നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോർദാൻ വഴി ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച 2 മലയാളികൾക്ക് വെടിയേറ്റിരിക്കുന്നു. അതിലൊരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം തുമ്പ സ്വദേശി ഗബ്രിയേൽ പെരേരയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന എഡിസൺ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ തുടയ്ക്കാണ് വെടിയേറ്റിട്ടുള്ളത്. നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ചർച്ച ചെയ്യുകയും ഒരുപാട് അവയർനെസ് വീഡിയോകളും ചെയ്തൊരു സബ്ജക്റ്റാണ് ജോർദാൻ വഴി ഇസ്രായേലിലേക്ക് മനുഷ്യക്കടത്ത് നടക്കുന്നു. നാട്ടിൽ വലിയ രീതിയിലുള്ള ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ ആളുകളെ ജോലിക്ക് എന്ന വ്യാജേന അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ കൊടുത്ത് ജോർദാനിലെത്തിക്കുകയും ജോർദാനിൽ നിരവധി ദിവസങ്ങൾ അവിടെ താമസിക്കുകയും ഒരുപാട് പേർ ജോർദാൻ ജയിലിനകത്താകുകയും ജോർദാൻ ഇന്ത്യൻ എംബസി ഇടപെട്ട് അവരെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുകയും അതുപോലെ തന്നെ ഇന്നും ജോർദാനിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ നാട്ടിൽ ഇത് ചെയ്യുന്ന ട്രാവൽ ഏജൻസികൾ ഏതൊക്കെയാണെന്ന് എടുത്തു കാണിക്കുകയും അതിനെതിരെ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്യിപ്പിക്കുകയും പലരെയും അറസ്റ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിരുന്നു. ഇത്രയുമൊക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ ഒരു ലോബി വളരെ ശക്തമാണ്. ജനങ്ങളുടെ കണ്ണീര് വിറ്റുകൊണ്ട് അല്ലെങ്കിൽ ഗതികേട് വിറ്റുകൊണ്ട് പണം വാങ്ങിക്കൊണ്ട് ജോർദാനിലേക്ക് അയക്കുകയും ജോർദാനിൽ നിന്ന് അല്ലെങ്കിൽ ജോർദാൻ ബോർഡർ വഴി അനധികൃതമായിട്ട് ഇസ്രായേലിലേക്ക് ഒരു കാരണവശാലും കടക്കാൻ സാധിക്കില്ല. കാരണം അത്ര വലിയ ഇൻ്റലിജൻസ് സംവിധാനവും അത്ര വലിയൊരു മിലിറ്ററി സംവിധാനമുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ പോലത്തെ ഒരു രാജ്യം, പ്രത്യേകിച്ച് യുദ്ധം നടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇസ്രായേൽ പോലെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുക അല്ലെങ്കിൽ അനധികൃതമായിട്ട് കയറുക എന്ന് പറയുന്നത് ഇസ്രായേൽ ഗവൺമെൻറ് വലിയ രീതിയിൽ ഗുരുതരമായ ഒരു കുറ്റമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. സസ്പീഷ്യസ് ആയിട്ടുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് കയറാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ വെടി ഉയർത്തുക എന്നത് ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ നയമാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. എന്നാൽ പോലും ഇവർക്കറിയില്ല, അല്ലെങ്കിൽ ഇസ്രായേലിലിരിക്കുന്ന ഗവൺമെൻറ്റിന് അറിയില്ല ആരാണ് നുഴഞ്ഞു കയറുന്നത്, തീവ്രവാദിയാണോ അല്ലെങ്കിൽ ഇതുപോലെ ജോലി അന്വേഷിച്ച് വരുന്നവരാണോ എന്ന്. ഒരിക്കലും ഇസ്രായേലിലേക്ക് ജോലിക്ക് വരേണ്ട ഒരു രീതി അങ്ങനെയല്ല. ഈവൻ ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ വന്ന് ചാടുന്ന ആളുകളുണ്ട്. അവർ ടൂറിസ്റ്റ് ഗ്രൂപ്പിനോടൊപ്പം ഇസ്രായേലിനകത്ത് വന്നതിന് ശേഷമാണ് ചാടുന്നത്. ഒരിക്കലും ബോർഡർ വഴി ക്രോസ് ചെയ്യുന്നത് ഒരിക്കലും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ആരെങ്കിലും പണ്ട് എപ്പോഴെങ്കിലും ചെയ്ത് സക്സസ് ആയിട്ടുണ്ടാവും. എന്നാലും ഇത് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ടൂർ ഈ രീതിയിൽ സംഘടിപ്പിക്കുന്ന ആളുകൾക്ക്, ടൂറിസ്റ്റ് വിസ ഇവർക്ക് ഒപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ധാരണയുണ്ട്. അവർക്കറിയാം ഇത് എപ്പോഴും സക്സസ് ആവില്ല എന്നും. പക്ഷേ ആളുകൾ ജോർദാനിൽ പോയി കുറേ നാൾ കടന്നതിന് ശേഷം തിരിച്ച് നാട്ടിൽ വരും. ഒരുപക്ഷെ അവർ പരാതി കൊടുക്കും, ഒരുപക്ഷെ അവരത് വിട്ടുകളയും. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ തീർത്തും നിർദ്ധരരായിട്ടുള്ള ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, നാട്ടിൽ ജീവിക്കാൻ ഒരു വിധത്തിലും പറ്റാത്ത ആളുകളാണ്. അവരുടെ സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഇസ്രായേലിൽ ഇനി എത്തിപ്പെട്ടാൽ പോലും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇനി വൺസ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കഷ്ടതകളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് പോലും അവർ ഇതിന് തുനിയുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അത്ര മോശമായിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കണ്ണീര് വിറ്റുകൊണ്ട് അവനെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്നും ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ കേരളത്തിലുണ്ട്. എക്സ്പെഷ്യലി തിരുവനന്തപുരം, കൊല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ആളുകൾ ഇവർ ഒരുപാട് നാളുകളായിട്ട് ഇത് ചെയ്തു വരുന്നതാണ്. എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് ഇതിനകത്തൊരു നിയമനിർമ്മാണം വയ്ക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ വയ്ക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് ഒരാൾ ടൂറിസ്റ്റ് വിസയ്ക്ക് വേറെ രാജ്യത്ത് പോകുന്നു. ആ രാജ്യം ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്, ആ രാജ്യം അയാളുടെ എലിജിബിലിറ്റികൾ പരിശോധിച്ചതിന് ശേഷം അയാൾക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അയാൾ ടൂറിസ്റ്റാണ് എന്ന് ഇന്ത്യയിലെ ഇമിഗ്രേഷനിൽ ചോദിക്കുന്ന സമയത്ത് അയാൾ ടൂറിസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഇന്ത്യ ഗവൺമെൻറ്റിന് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുന്നേ കട്ടപ്പന കേന്ദ്രീകരിച്ച് ഒരു ട്രാവൽ ഏജൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അവർ ഞങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവർ പൈസ മേടിച്ചിട്ടാണ് ആളുകളെ വിട്ടിട്ടുള്ളത്. അവർ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ ടൂറിസ്റ്റ് വിസ അല്ല അവർക്ക് കൊടുത്തിട്ടുള്ളൂ, ഞങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രാവൽ ഏജൻസിയാണ്, ട്രാവൽ ഏജൻസിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. അവർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം ഈ പോകുന്ന ആളുകൾ അവിടെ പോയി കഴിഞ്ഞാൽ വലിയ ചതിക്കുഴിയിൽ പെടുമെന്നും അവർക്ക് ജീവിതം പ്രതിസന്ധിയാകുമെന്നും അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവർക്കറിയാം. പക്ഷേ അവർക്ക് പണമുണ്ടാക്കാൻ വേണ്ടി തീർത്തും നിർദ്ധരരായ ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന ആ ഒരു രീതി ഇന്നും ഇന്ത്യയിലുണ്ട്. മേൽപ്പറഞ്ഞ കാരണങ്ങളാലാണ് അവർക്ക് ഇന്ത്യ ഗവൺമെൻറ്റിന് അവരെ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനിയെങ്കിലും തുനിയുന്ന സമയത്ത് ഒരു ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തെങ്കിലും നമ്മൾ ചിന്തിക്കുക. നമ്മളൊരു വ്യക്തിക്ക് പണമോ അല്ലെങ്കിൽ നമ്മുടെ രേഖകളോ കൊടുക്കുന്നതിന് മുന്നേ ഇയാൾ എന്തുമാത്രം ക്രെഡിബിൾ ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഇയാൾ നമ്മളെ അയക്കുന്ന സമയത്ത്, ഇപ്പോൾ രാവിലെ വാർത്ത കേട്ട സമയത്ത് അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളോട് പറഞ്ഞ ഇസ്രായേലിൽ എത്തിച്ചു തരാം, ഇസ്രായേലിൽ ചെന്ന് ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാമെന്നാണ് ഏജൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. അതൊരു പക്ഷേ സത്യമായിരിക്കും. ഞാൻ ഇതുപോലുള്ള സാഹചര്യങ്ങൾ പല ആളുകളോട് സംസാരിച്ചപ്പോൾ അവരെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്, ഞങ്ങൾക്കറിയില്ല. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നൊരു ചിന്തയിലാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്യുന്ന ആളുകൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ഇവരെങ്ങോട്ടാണ് അയക്കുന്നത്, ഇവരേത് സാഹചര്യത്തിലേക്കാണ് നയിക്കപ്പെടുന്നതെന്ന്
വ്യക്തമായ ധാരണയുണ്ട്. അപ്പം ഇനിയെങ്കിലും ആളുകൾ ഇങ്ങനെയുള്ള ഉദ്യമങ്ങൾക്ക് തുനിയുന്നതിന് മുന്നേ ചിന്തിക്കുക, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ആ രാജ്യത്തിൻ്റെ നിയമം എന്താണ്, ആ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കാനായിട്ട് ഈ രീതിയിൽ അനധികൃതമായിട്ട് കടക്കാനുള്ളൊരു പാത്തുണ്ടോ. ഒരിക്കലും നമുക്കറിയാം, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാര്യം നിയമപ്രകാരം തെറ്റാണ്. ഒന്നെങ്കിൽ ജയിൽ അല്ലെങ്കിൽ മരണം. ഈ 2 ഓപ്ഷനുകളെ ഇനിയും ഈ രീതിയിൽ ആളുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുകയുള്ളൂ. അപ്പം ഈ മരണപ്പെട്ട സുഹൃത്തിൻ്റെ കുടുംബത്തിന് ആദരാഞ്ജലികൾ നേരുന്നു. അതുപോലെ തന്നെ അവർക്കത് സഹിക്കാനുള്ള സഹനശക്തി ഉണ്ടാകട്ടെ. തുടർന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഏജൻറ്റുമാരെ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അധികൃതരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇന്ത്യൻ എംബസി അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് മരിച്ച ആളുടെ ശവശരീരം, മൃതശരീരം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നന്ദി, നമസ്കാരം. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്